ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു തിരുവോണ ആശംസകൾ നേരുകയാണ്. സാർ ഗുഡ് മോർണിംഗ്. ഒരു തിരുവോണ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഹാപ്പി മോർണിംഗ് വിഷ്ണു. മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത് കൂടാതെ തന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേയും കൂടെയാണ് വിഷ്ണു. അപ്പോൾ ടീച്ചേഴ്സ് ഡേയും തിരുവോണവും കൂടെ ഒന്നിച്ചു വന്ന ഒരു വളരെ ശുഭമുഹൂർത്തമാണ്. എല്ലാ പ്രേക്ഷകർക്കും, മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ എംപ്ലോയീസിനും, റൈറ്റ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു നിയർ ബോട്ടം, അതുകൂടാതെ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവർക്കും എല്ലാവർക്കും കൂടി നമ്മൾ ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങും. സാർ, ഏതായാലും നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിലോട്ടൊന്ന് പോകാം. ഇന്നലത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് GST റിഫോം അത്തരത്തിലുള്ള ആ ഒരു വാർത്ത, പോസിറ്റീവായൊരു വാർത്തയെ തുടർന്ന് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ആരംഭിച്ചത് പോസിറ്റീവായൊരു രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ മാർക്കറ്റിൽ അതൊരു അവസാന ഘട്ടത്തിലോട്ട് വന്നപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി പ്രധാനമായി പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ കൂടി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായൊരു വാർത്തകൾ നിറഞ്ഞു നിന്നൊരു ദിവസമായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ Nifty 50 നമുക്ക് കാണുന്നത് 24,734 എന്നൊരു ലെവലിലൊരു ക്ലോസിംഗ് ആയിരുന്നു. അതായത് 19 പോയിന്റിൻ്റെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 0.08% നേട്ടത്തിലാണ് Nifty 50 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 54,075 എന്ന നിലയിൽ 7 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലുമുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇന്നലെ മാർക്കറ്റിലെ ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ NSEയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 3,141 ഓഹരികളാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. അതിൽ 1,224 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,818 ഓഹരികളിലാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. 99 ഓഹരികൾ അൺചേഞ്ചായിട്ടൊരു നിലയിലുമായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 117 ഓഹരികൾ 52 വീക്ക് ഹയർ പ്രൈസിൽ ട്രേഡ് ചെയ്തു. 52 വീക്ക് ലോയിൽ 44 ഓഹരികൾ, അപ്പർ സർക്യൂട്ടിൽ 105 ഓഹരികൾ, ലോവർ സർക്യൂട്ടിൽ 50 ഓഹരികൾ എന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട നിഫ്റ്റിയിലെ നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികളൊക്കെ നോക്കുമ്പോൾ ഇന്നലെ മഹീന്ദ്ര വലിയ രീതിയിലൊരു മുന്നേറ്റം കുതിച്ചതായിട്ടാണ് കണ്ടത്. ഏകദേശം 5.9% ഒരു മുന്നേറ്റം ഇന്നലെ കണ്ടിരുന്നു. ഏതാണ്ട് ട്രാക്ടർ സെക്ടറിലൊക്കെ വലിയ രീതിയിൽ GSTയിൽ ബെനിഫിറ്റ് വരുന്ന വാർത്തയൊക്കെ തന്നെ ഇന്നലെ മഹീന്ദ്രയെ സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു മഹീന്ദ്രയിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ബജാജ് ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിൻസർവ്, നെസ്ലെ ഇന്ത്യ, ഗ്രാസിം തുടങ്ങിയ ഓഹരികളൊക്കെയാണ് ഇന്നലെ Nifty 50യിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡൈസസിലോട്ട് വരുമ്പോൾ ഇന്നലെ മാർക്കറ്റിൽ ആ ഒരു സെക്കൻഡ് സെഷനിലൊക്കെ നമ്മൾ കണ്ടത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ ഒരു ഗണ്യമായൊരു ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. സെക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇന്നലെ ഓട്ടോ സൂചിക നേട്ടത്തിലായിരുന്നു. കൂടാതെ FMCG സൂചിക നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഈ 3 സൂചികകളൊക്കെയാണ് പ്രധാനമായും GSTയിൽ ബെനിഫിറ്റ് ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നത് ഒരു സെക്ടേഴ്സൊക്കെ. ആ സൂചികയിലൊക്കെ തന്നെ ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തപ്പോൾ ഇന്നലെ മെറ്റൽ, IT, മീഡിയ, PSU ബാങ്ക് തുടങ്ങിയ സൂചികകളൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓട്ടോ സെക്ടറിലോട്ട് വരുമ്പോൾ മഹീന്ദ്ര, ഏഷ്യർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ് ഒക്കെ തന്നെ ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ FMCGയിലോട്ട് വരുമ്പോൾ എമാമി ലിമിറ്റഡ്, കോൾപാൾ, ബ്രിട്ടാനിയ, ഡാബർ തുടങ്ങിയ ഓഹരികളൊക്കെ നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. സാർ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റിലോട്ട് വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് തുടങ്ങിയത് പോസിറ്റീവായൊരു രീതിയിൽ തന്നെ. അതായത് GSTയുടെ ആ ഒരു വാർത്ത മാർക്കറ്റിന് വലിയ രീതിയിലൊരു സപ്പോർട്ട് നൽകും എന്നൊരു കരുതിയ സമയത്ത് തന്നെ മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് എടുക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഇന്നലെ കണ്ടത് ആ ഒരു നില സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ മാർക്കറ്റ് ഗണ്യമായി ആ ഒരു സമയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഈ ഒരു പോസിറ്റീവ് വാർത്ത ഉണ്ടെങ്കിൽ തന്നെ ആ മാർക്കറ്റിന് ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് ഒരു കാരണം എന്ത് തന്നെയായിരിക്കും? വിഷ്ണു, ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസമാണ് മാർക്കറ്റിൽ നമ്മുടെ മൈഫിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തൊരു സ്റ്റാൻഡും നമ്മുടെ ഇൻവെസ്റ്ററിനെ നമ്മൾ സജസ്റ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അടുത്ത കാലത്തേക്ക് കോഷ്യസ് ഓപ്റ്റിമിസം മാറ്റി നമ്മൾ ചെറുതായിട്ടൊന്നൊരു ഓപ്റ്റിമിസം മോഡിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ ഭേദപ്പെട്ട കറക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളതാണ്. അവിടെ വെച്ച് മാർക്കറ്റ് ഒന്ന് തിരിയുകയും ഈ GSTയുടെ പേരിൽ റാലി നടത്തുമ്പോഴും നമ്മൾ ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ GSTയുടെ ശരിക്കും പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അതിപ്പോൾ സെപ്റ്റംബർ 3 മീറ്റിങ്ങിൽ അത് എന്താ പറയുക, മിനിങ്ങാന്ന് വൈകുന്നേരം അതിൻ്റെ ഒരു ഡിസിഷൻ വന്നു എന്നല്ലാതെ ഈ ഉള്ള ദിവസങ്ങളിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയായിരുന്നു GSTയിൽ റേറ്റ് കട്ട് ഉണ്ടാവുമെന്ന്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് അത് അണുവിട തെറ്റാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ GST കൗൺസിൽ മീറ്റിങ്ങിൽ ഊരിത്തിരിഞ്ഞു വന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് അതിനെ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ന്യൂസ് വന്നതിന്
ശേഷം നമ്മൾ റാലി എക്സ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇന്നലെയും നമ്മളൊരു എന്താ പറയുക മാർക്കറ്റിൽ നമ്മളൊരു ഓപ്റ്റിമിസമായിട്ട് നമ്മൾ മുന്നോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു ഈ GSTയുടെ ന്യൂസ് ഓൾറെഡി മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള ഇതില്ലേ ബൈ ഓൺ റൂമേഴ്സ് സെൽ ഓൺ ന്യൂസ് എന്നാണ്. നമ്മൾ എന്ന് മുതലാണ് ഈ GST റേറ്റ് കട്ട് വരുമെന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയത് അന്ന് മുതൽ മാർക്കറ്റ് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്യും. കാര്യം മാർക്കറ്റ് എന്ന് പറയുന്ന മെഷീൻ എന്താണെന്നറിയോ, മാർക്കറ്റ് ഫ്യൂച്ചറിനെയാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിന് അറിയാം. ഫ്യൂച്ചറിൽ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളിൽ എന്താണ് ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ കോർപ്പറേറ്റ് സിനാരിയോയിലും സംഭവിക്കാൻ പോകുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് ചെയ്യുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ ടാർജറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിന് അല്ലെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ടാർജറ്റ് വയ്ക്കുന്നത് എന്താ, അതായത് ഭാവിയിൽ, അതായത് ഇനി വരാൻ പോണ മാസങ്ങളിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആയിരിക്കും, അതിന് അനുപാതികമായി എങ്ങനെയായിരിക്കും നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യണത് എന്നുള്ളതാണ് ടാർജറ്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഓൾവേസ് ലുക്സ് ഫോർവേഡ് എന്നാണ്. പിന്നെ മാർക്കറ്റിൽ ഒരു സെയിങ് ഉണ്ടല്ലോ, എവറിത്തിങ് ലുക്സ് ക്ലിയർ ഇൻ ദ റെയർ വ്യൂ മിറർ. നമ്മളൊരു കാറിൻ്റെ റെയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ നിങ്ങൾ പാസ് ഓൺ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ബട്ട് വിൻഷീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് എന്താണ് വരുന്നത്, മുന്നിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ള കാര്യത്തിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ള. അപ്പോൾ GSTയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വലിയ സർപ്രൈസിങ് അല്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസിങ് ആയിപ്പോയത് തന്നെ ഇത് GST നമ്മൾ ഒരു വശത്തുകൂടി പറഞ്ഞു വയ്ക്കുന്നു. 1991 ആ ലിബറലൈസേഷൻ നമ്മുടെ ശ്രീ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു ഫാബുലസ് ഡ്രീം ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ആ ബഡ്ജറ്റിൻ്റെ 1991 കൊണ്ടുവന്ന ഒരു റിഫോം പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റിഫോം ആയിരുന്നു GST എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എ ഗുഡ് ഡിസിഷൻ മേ നോട്ട് ബി ഗുഡ് ഫോർ ദ മാർക്കറ്റ്സ്. നമ്മൾ സാധാരണ പറയില്ലേ, എന്താ പറയുക, എ ഗുഡ് ഫിനാൻസ് മിനിസ്റ്റർ വിൽ നോട്ട് ബി എ പോപ്പുലർ ഫിനാൻസ് മിനിസ്റ്റർ. ഒരു ഗുഡ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അത് രാജ്യത്തിൻ്റെ ബാലൻസ് ഷീറ്റും P&L നന്നാക്കാൻ നോക്കണം, അതിനുവേണ്ടി ഒരുപാട് ടാക്സ് കളക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ഫിനാൻസ് മിനിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ഹെൽത്താണ് നോക്കേണ്ടത്, നമ്മുടെ ഹെൽത്ത് അല്ല നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ബെനിഫിഷ്യൽ ആവില്ല. അപ്പോൾ അതേപോലെ ഒരു ഗുഡ് ഡിസിഷനാണ് വന്നതെങ്കിൽ പോലും ആ ഗുഡ് ഡിസിഷൻ ഈ പറയുന്ന പോലെ ഈ കാലത്ത് ആവശ്യമായിരുന്നു എന്നുള്ളതും 15 തീയതി ഓഗസ്റ്റ് 15 ഡിക്ലെയർ ചെയ്ത സാധനം വന്നത് സെപ്റ്റംബർ 3 ആണെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള കാലയളവിൽ മാർക്കറ്റ് ഇത് ഡിസ്കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പം മാർക്കറ്റ് ഇപ്പോഴും പറയുന്ന കാര്യം എന്താ, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നത് ഏക കാര്യത്തിൽ തന്നെയാണ്, ഓവർ വാല്യുവേഷൻ. മാർക്കറ്റിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ the single reason why Indian market is falling is not tariff. The single reason why the market is not going up in spite of GST is because of ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ തന്നെയാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ പല സെക്ടറും പല സ്റ്റോക്സും വളരെ അൺനാച്ചുറലായിട്ടും ഓവർ വാല്യുവേഷൻ, അതായത് 2-3 കൊല്ലത്തെ ഫ്യൂച്ചർ ഗ്രോത്ത് അഡ്വാൻസ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത പോലെയാണ് കാണുന്നത്. എന്നാൽ തന്നെയും മാർക്കറ്റിൽ പോക്കറ്റ്സ് ഓഫ് വാല്യൂ ഉണ്ട് എന്നുള്ള. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജി, നിങ്ങൾ നിഫ്റ്റി കയറുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര ഒരു ബുൾ റൺ ഉണ്ടാവുമെന്ന് വിചാരിച്ചോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ മെറിറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു നമ്മൾ എടുത്തിരുന്ന പൊതുവെയുള്ള ഒരു സ്റ്റാൻഡ്. പിന്നെ പൊതുവേ നമ്മുടെ രീതിയിൽ നമ്മൾ എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, FIയുടെ സെല്ലിംഗ് തിരിച്ചു വന്നാൽ മാത്രമല്ലേ മാർക്കറ്റ് കയറുള്ളൂ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാര്യം വെച്ചാൽ ഞാൻ മാർക്കറ്റിൽ 25 കൊല്ലം 30 കൊല്ലമായി. ഈ FIs ഉള്ളപ്പോഴോ, ഇത്രയും FIs ഉള്ളപ്പോഴൊന്നുമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് ഉണ്ടായത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വലിയ FI ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തില്ല. അതുമാത്രമല്ല ഈ FIs ഇന്ന് ഇപ്പോൾ 5000 കോടി സെല്ല് ചെയ്തെന്ന് വെച്ചോളൂ. ഈ സെല്ല് ചെയ്യുമ്പോൾ കാറ്റത്ത് എറിഞ്ഞു കളയുകയല്ലോ, അതുപോലെ വെള്ളത്തിൽ ഒലിച്ച് കളയുമല്ല. ആരാണ് മേടിക്കുന്നത്? മേടിക്കാൻ ആൾ വേണം. ഒരു സെല്ലറിന് ഒരു ബയർ ഇക്വലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് നടക്കുക എന്നുള്ളൂ. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നാളെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുമ്പോഴായിരിക്കും FIs മേടിക്കുന്നത്. ഇതൊക്കെ ഒരു മാർക്കറ്റ് മെക്കാനിസമാണ്. അതായത് FIയെ കണ്ടൊന്നുമല്ല ഇന്ത്യൻ മാർക്കറ്റ് വീഴുന്നത്. ഈ FI ഇനി കംപ്ലീറ്റ് സെല്ല് ചെയ്താൽ പോലും 1 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റ് അത് അബ്സോർബ് ചെയ്തിരിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. നമ്മളിത് പവർ ഓഫ് ഇന്ത്യൻ ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാവരും പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നവർ വിചാരിക്കുന്നു FI പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് എന്നുള്ളത്. ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിലേ നമ്മൾ കണക്കാക്കേണ്ട. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സിനെയും താഴെ മാത്രമേ ഈ FIs വരുള്ളൂ. ഓഫ് കോഴ്സ് ദേ ഹാവ് ഇനഫ് മണി.
അവരെങ്കിലും മണിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ അത്രയ്ക്ക് മാത്രം പേടിക്കാനൊന്നുമില്ല. അത് മാത്രമല്ല ലോങ് ഓൺലി FIIs ഒന്നും സെല്ല് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോൾ വാർബക് പിങ്കസ് പോലെയോ അല്ലെങ്കിൽ ബെയിൻ ക്യാപിറ്റൽ പോലെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഏത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് സെല്ല് ചെയ്യുന്നത്? അതായത് ഈ ഹെഡ്ജ് ഫണ്ട് പോലെ, അതായത് ഹോട്ട് മണി, എവിടെയാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അങ്ങോട്ടേക്ക് പോകും എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മുടെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് FIIs സെല്ല് ചെയ്യണമെന്ന് ഉത്തരം പറയാമോ? തീർച്ചയായിട്ടും FIIസിൻ്റെ ഈ പറഞ്ഞ ഹോട്ട് മണി, അതായത് ഇപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ പറയുന്നത് കേജ്ഡ് ക്യാപിറ്റൽ എന്ന്, അതായത് ഒരു കൂട്ടിലിട്ട ക്യാപിറ്റലാണ്. നമുക്ക് വേറൊരു മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം FIIസിന് അങ്ങനെയല്ല. FIIസിന് ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അവരുടെ ഫണ്ടിനെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അവരെവിടെയാണോ ഓപ്പർച്യൂണിറ്റി അവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അവരിപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിരുന്നു, ചൈന ജപ്പാൻ അണ്ടർ വാല്യൂഡ് ആയിരുന്നു. അവരെന്ത് ചെയ്തു? ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലെ പൈസ എടുത്ത് ചൈനയിലും ജപ്പാനിലും ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റ് കൂടി വരുന്നു. ഇനി ഒരു കാലം വരുമ്പോൾ ജപ്പാനും ചൈനയും ഓവർ വാല്യൂഡ് ആവും. അന്ന് അവരത് സെല്ല് ചെയ്തിട്ട് തിരിച്ച് ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ഇതൊക്കെ ഒരു മാർക്കറ്റ് ഡിസ്കവറിയുടെ ഭാഗം തന്നെയാണ്. അല്ലാണ്ട് FIIs തെന്നിമാറി പോകുന്നു, FIIs ഇന്ത്യയെ വിശ്വസിക്കുന്നില്ല, ട്രംപിന്റെ ടാരിഫ് കാരണം FIIs ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു റാഷണാലിറ്റിയോടുള്ള തിങ്കിങ്ങിൽ ഞാൻ തെറ്റാണെന്ന് പറയില്ല. ഇപ്പം മാർക്കറ്റിലുണ്ടല്ലോ, മാർക്കറ്റിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലും വിഷ്ണു പറഞ്ഞാലും ഒരു ഒപ്പീനിയനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെ ഒപ്പീനിയനും കൂടെ ചേർന്നിട്ടാണ് ഫൈനലി മാർക്കറ്റ് ഒരു പ്രൈസ് കാണിക്കുന്നത്. നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇലക്ഷൻ വരുന്നു. ഈ ഇലക്ഷൻ വരുമ്പോൾ വിഷ്ണു A എന്ന് പറയുന്ന ഒരാൾക്കായിരിക്കും വോട്ട് ചെയ്യണം, ഞാൻ B എന്ന് പറയുന്ന ഒരാൾക്കാർക്ക് വോട്ട് ചെയ്യണം, നമ്മുടെ പ്രേക്ഷകർ C എന്ന് പറയുന്ന ഒരാൾക്കാർക്ക് വോട്ട് ചെയ്യണം. പക്ഷേ ഇത് ആരാണ് ഏറ്റവും കൂടുതൽ Cക്ക് വോട്ട് ചെയ്യണേ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ Bക്ക്, എല്ലാവരും കൂടെ ചേർന്ന് Bക്കാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നതെങ്കിൽ B എന്ന് പറയുന്ന വ്യക്തി ജയിക്കുന്നു പറയുന്ന പോലെയാണ് മാർക്കറ്റ് ഡൈജസ്റ്റ് ഓൾ ഒപ്പീനിയൻസ് ആൻഡ് ഓൾ ഒപ്പീനിയൻസ് മേക്സ് മാർക്കറ്റ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു പറയുന്ന തെറ്റാണ്, ഞാൻ പറയുന്ന തെറ്റാണെന്ന് നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരും ഒപ്പീനിയനും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ മാർക്കറ്റിലുണ്ട്. ആ ഒപ്പീനിയൻ അനുസരിച്ച് വേണം നമ്മൾ പെരുമാറാനായിട്ട്. അതുകൊണ്ടാണല്ലോ മാർക്കറ്റിൽ ബുൾസും ബെയർസും ഉള്ളത്. ബുൾസ് എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു ചിന്തിക്കുന്നവർ, ബേഴ്സ് എന്ന് പറയുന്നത് ആരാ? മാർക്കറ്റ് താഴേക്ക് ചിന്തിക്കുന്നുള്ള. ഈ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിൽ ഇന്ന് ബേഴ്സ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നും ബേഴ്സ് മാത്രം ജയിക്കണമെന്നില്ല. ബുൾസ് ജയിക്കുന്ന ഒരു കാലഘട്ടം വരും. അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ വളരെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, വളരെ വാല്യുവേഷൻ നല്ല റൈപ്പായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു കയറുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് വിഷ്ണു ചോദിച്ചതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് നമുക്ക് പറയാമെങ്കിൽ. പിന്നെ നമുക്ക് US മാർക്കറ്റിൽ ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്, ഓവർസീസ് ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ഡൗ ജോൺസ് ഏതാണ്ട് 0.77% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.98% അപ്പായിരുന്നു, S&P 500 0.83% അപ്പായിരുന്നു. അതായത് ഇന്നലെ വാൾ സ്ട്രീറ്റ് നല്ല ഹാൻസം രീതിയിലാണ് ഗെയിൻ ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഇന്നലെ ഓഗസ്റ്റിലെ പ്രൈവറ്റ് പേറോൾ ഡേറ്റ ഇന്നലെ US വന്നു. ഈ പ്രൈവറ്റ് പേറോൾ ഡേറ്റ ഓഗസ്റ്റ് മാസത്തെ ഫിഗേഴ്സ് കാണിക്കുന്നത് 54,000 ആണ്. ശരിക്കും പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഏതാണ്ട് 75,000. അപ്പോൾ 75,000 പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് 54,000 ആണ് വന്നതെന്നുള്ളതിനെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വീക്കായിട്ടുള്ള പ്രൈവറ്റ് പേറോൾ ഡേറ്റ എന്നാണ്. ഈ പേറോൾ ഡേറ്റ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ സാധാരണ ചിലപ്പോൾ പലർക്കും അത് മനസ്സിലാവില്ല. ഭൂരിഭാഗം ആൾക്കാരും നമ്മളെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ പ്രേക്ഷകരെന്ന് പറയുന്നത്. എങ്കിലും ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയാം, ഈ പ്രൈവറ്റ് പേറോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഒരു റിപ്പോർട്ട് പുറത്തു വരും. ആ റിപ്പോർട്ട് കാണിക്കുന്നത് എന്താ? പ്രൈവറ്റ് കമ്പനീസ് പുതിയതായിട്ട് എത്ര ജോലി ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയൊരു പേറോൾ പ്രോസസ്സിംഗ് കമ്പനിയാണ്. ആ പേറോൾ പ്രോസസ്സിംഗ് കമ്പനിയുടെ പേര് ADP എന്ന് പറയുന്ന പ്രോസസ്സിംഗ് കമ്പനിയാണ്, പേറോൾ പ്രോസസ്സിംഗ് കമ്പനിയാണ് ഈ ഡേറ്റ പുറത്തു വിടുന്നത്. ഇത് ഗവൺമെൻറ് വിടുന്ന ഡേറ്റ അല്ല, ഈ പ്രൈവറ്റ് കമ്പനി വിടുന്ന ഡേറ്റയാണ്. ഗവൺമെൻറ് ഡേറ്റ വരുന്നതിന് മുമ്പെയാണ് ഈ ഡേറ്റ വിടുന്നതെന്നല്ല. ആ ഡേറ്റ പ്രകാരം അവർ പറയുന്നത് വെച്ചാൽ ഈ ന്യൂ ജോബ്സ്, പ്രൈവറ്റ് കമ്പനീസ് പുതിയ ജോബ്സ് ഈ മാസം ക്രിയേറ്റ് ചെയ്തത് എക്സ്പെക്റ്റേഷനെക്കാട്ടിലും കുറവാണ് എന്നുള്ള ഡേറ്റയാണ്. ഇതാണ് പ്രൈവറ്റ് പേറോൾ ജോബ് ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് സിനാരിയോ ഇൻ US അത്ര ഒരു നല്ല ഒരു കണ്ടീഷൻ അല്ല. അതായത് ഒരു എക്കണോമി സ്ലോ ഡൗണിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ പ്രൈവറ്റ് പേറോൾ ഡേറ്റ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഡേറ്റയും കൂടെ. ഈ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ US എങ്ങനെയെന്നറിയോ, ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നു, നമ്മുടെ ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഈ ജോലി ഇല്ലാത്തതിനുള്ള ബെനിഫിറ്റ് നമുക്ക് സീക്ക് ചെയ്യാം.
ആ ബെനിഫിറ്റ് സീക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ് നമുക്ക് ഗ്രാൻഡ് തരും, നമുക്ക് ജീവിക്കാനുള്ള, അതായത് നമ്മുടെ ജോലി പോയി നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ജീവിക്കാനുള്ള പൈസ ഗവൺമെൻറ് തരുന്നു, ജോലി കിട്ടുന്നവരെ നമുക്ക് ഈ പൈസ തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ജോബ്ലെസ് ക്ലെയിംസ് ഏതാണ്ട് 8,000-ൽ നിന്ന് 2,70,75,000 കൂടിയിരിക്കുന്നു. അതായത് ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയതായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് ചോദിക്കുന്ന വ്യക്തികളുടെ എണ്ണം അല്ലെങ്കിൽ ജോബ് ഇല്ലാത്തവരുടെ എണ്ണം ഗണ്യമായി കൂടിയിരിക്കുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 ഡേറ്റയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ജോബ് സിനാരിയോ ഇൻ US ഈസ് നോട്ട് അറ്റ് ഓൾ റോസി. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എക്കണോമി ഈസ് സ്ലോയിങ് ഡൗൺ എന്നുള്ള രീതിയിലേക്കാണ് നമുക്കിപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടുന്നത്. നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇന്ന് ഒരു ഡേറ്റയും കൂടെ വരുന്നുണ്ട്, അത് ഫ്രൈഡേ വരുന്ന ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ നോൺ ഫാം പേറോൾ ഡേറ്റയാണ്. ഈ നോൺ ഫാം പേറോൾ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഡേറ്റയെക്കാട്ടിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോൺ ഫാം പേറോൾ ഡേറ്റ എന്ന് പറയുന്നത്. ആ നോൺ ഫാം പേറോൾ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഒരു ജോബ് റിപ്പോർട്ട് എല്ലാ മാസവും സബ്മിറ്റ് ചെയ്യും. ആ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ആ മാസം എത്രത്തോളം ജോബ്സ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു, എത്ര പേർക്ക് ജോലി പോയി, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഫിഗറാണ് ഈ നോൺ ഫാം പേറോൾ ഡേറ്റ എന്ന് പറയുന്നത്. നോൺ ഫാം എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു വെച്ചാൽ നമ്മൾ ഈ ഗവൺമെൻറ് കണക്കെടുക്കുമ്പോൾ ഫാമിംഗ് ജോബ്സിനെ എടുക്കാറില്ല. കാര്യം ഫാമിംഗ് ജോബ്സ്, പിന്നെ രണ്ടാമത് ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ സ്പെസിഫിക് ജോബ്സ്, അങ്ങനത്തെ 3 കാറ്റഗറി. അതായത് ഫാമിംഗ് ജോബ്സ് എടുക്കാറില്ല, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ജോബ്സ് എടുക്കാറില്ല, നമ്മൾ പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറീസിലുള്ള ജോബ് ഡീറ്റെയിൽസും എടുക്കാറില്ല. പകരം ബാക്കി എല്ലാം കൂടെ ചേർത്ത് എത്ര പേർക്ക് പുതിയതായിട്ട് ജോലി കിട്ടി, എത്ര പേർക്ക് അപ്പോൾ 10 പേർക്ക് ജോലി കിട്ടി, 5 പേർക്ക് പോയെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ 5 എന്നായിരിക്കും കാണിക്കുന്നത് എന്നുള്ള. എന്തുകൊണ്ട് ഫാം ജോബ്സ് എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ ഈ ഫാം ജോബ്സ് സീസണലാണ്. ഒരു കൊല്ലം ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കില്ല കാണിക്കുന്നത്. സീസണൽ ചില സമയത്ത് അത് കൂടി നിൽക്കും, ചില സമയത്ത് കുറഞ്ഞു നിൽക്കും. അപ്പോൾ ആ ഡേറ്റ, ഫാം ഡേറ്റ നമ്മൾ ഈ ജോബ്സ് ഡേറ്റയിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടോട്ടൽ ഫിഗേഴ്സ് അങ്ങ് ഡിസ്റ്റോർട്ടഡ് ആയിപ്പോൾ അതൊരു കോംപ്ലക്സ് രീതിയിലേക്ക് മാറുന്നുള്ളതുകൊണ്ട് ഫാംസിനെ എക്സ്ക്ലൂഡ് ചെയ്ത്, ഗവൺമെൻറ് എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്ത്, ചില സ്പെഷ്യൽ കാറ്റഗറിയെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് എന്നുള്ള. അപ്പോൾ ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് US എക്കണോമിയെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് അവിടെ പറയുന്നു എന്നുള്ളതാണ്. ഈ ഡേറ്റകളൊക്കെ വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രംപ് മറ്റേ നമ്മുടെ ലേബർ ചീഫ് ഉണ്ടല്ലോ, ഇതിന് മുമ്പേ ഇരുന്ന ലേബർ ചീഫിനെ നമ്മൾ ഡിസ്മിസ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഡേറ്റാസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. പിന്നെ ഈ കാരണങ്ങളാൽ തന്നെ എക്കണോമി സ്ലോയിങ് ഡൗൺ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ ബ്രേസിംഗ് ഫോർ എ US ഫെഡ് റേറ്റ് കട്ട് എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ CMEയുടെ ഫെഡ് വാച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ഡേറ്റയാണ്. ഈ CMEയുടെ ഫെഡ് വാച്ച് ടൂൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മാർക്കറ്റ് കാണുന്ന പ്രോബബിലിറ്റി റേറ്റ് കട്ടിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് 97% ചാൻസ് ലൈക്ലി ദാറ്റ് സെപ്റ്റംബർ 16-17 FOMC മീറ്റിങ്ങിൽ 25 ബേസിസ് പോയിൻറ്റ്സ് റേറ്റ് കട്ട് വരും എന്നാണ് ഇപ്പോൾ ഇൻഡിക്കേഷൻ നൽകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ US മാർക്കറ്റിൽ റേറ്റ് കട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറാറുണ്ട്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് ശരിക്കും പറഞ്ഞാൽ ഈ വീക്ക് പേറോൾ ഡേറ്റ കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. 10 years ട്രഷറി ഈൽഡ് അറ്റ് 4.15% ആണെന്നാണ്. ഓയിൽ പ്രൈസസും നല്ല രീതിയിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം US ഇൻവെൻട്രി, അല്ലാതെ USൻ്റെ ഇൻവെൻട്രിയിൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് വരുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തത് OPEC+ നേഷൻസ് ഈ സൺഡേ ഒരു മീറ്റിംഗ് കൂടി കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ കാരണത്താൽ തന്നെ ബ്രെന്റ് ക്രൂഡ് ഏതാണ്ട് $67 പെർ ബാരൽ എന്ന രീതിയിലേക്കായി. പിന്നെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യൂസും കൂടെ ഉണ്ട്. അതായത് ജപ്പാൻ ഓട്ടോ കമ്പനീസിന് മേൽ വച്ചിരുന്ന ആ ടാരിഫ് 15% കുറച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആ ഫിഗർ നല്ല ഇമ്പോർട്ടൻറ്റ്, ആ ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ട്രംപ് ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളൊരു ഡീറ്റെയിലാണ് നമുക്ക് അതിനകത്ത് വരുന്നതെന്നുള്ള. പിന്നെ നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് നേരത്തെ നമ്മുടെ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ വേണ്ട രീതിയിൽ അത് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുള്ളതാണ്. 24,850 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് ഡിസിസീവായിട്ട് പോയില്ല എന്നത് ഒരു നെഗറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ FIS നെറ്റ് സെല്ലേഴ്സ് ആണ്. പക്ഷേ ആ ഫിഗർ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ആപ്റ്റസ് വാല്യൂ ഹൗസിങ്ങിൻ്റെ ഒരു ബ്ലോക്ക് ഡീലും കൂടെ വരുമ്പോൾ ഇന്നലത്തെ FI ഡേറ്റ നോക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. 50 സ്റ്റോക്കുള്ള നിഫ്റ്റിയിൽ 31 സ്റ്റോക്കും ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് പെസിമിസ്റ്റിക് ആവേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, മാർക്കറ്റ് കയറാത്ത എന്തുകൊണ്ടാണ്? ഇപ്പം ട്രേഡ് ചെയ്യണ പ്രൈസസ്
അതിൻ്റെ വാല്യുവേഷനെയോ അല്ലെങ്കിൽ ഇനി ഏൺ ചെയ്യാൻ പോകുന്ന പൊട്ടൻഷ്യലിനെയോ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാരണത്തിലാണ് മാർക്കറ്റ് കയറാത്തത് എന്നുള്ളതാണ്. പിന്നെ കാണാതെ പോകരുത്, നമ്മൾ GST സംസാരത്തിൻ്റെ ഇടയിൽ ഡിഫൻസ് മിനിസ്ട്രി ഒരു ഡിഫൻസിൽ ഒരുപാട് അക്യൂസിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. $multi-billion അക്യൂസിഷൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഡിഫൻസ് സെക്ടറിൽ തന്നെ സ്പെസിഫിക് ആയിട്ട്, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും അക്യൂസിഷനും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്സിനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സ് എനിക്ക് ലാസ്റ്റ് 12 മാസം -1.72% ആണ് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് എന്നുള്ളത്. പിന്നെ നമ്മൾ ബാങ്ക് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ GST റേറ്റ് കട്ട് ഇൻ എക്സ്പെക്ടേഷൻ, അതായത് ഇൻ എക്സ്പെക്ടേഷൻ അവർ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ബാങ്ക് ഓഫ് അമേരിക്കയുടെ ബ്രോക്കറേജ് റിപ്പോർട്ട് തന്നെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ വന്നു. അപ്പോൾ അതിനകത്ത് സർപ്രൈസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ബട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ്സിന് ഈ പറഞ്ഞ പോലെ അവരുടെ റവന്യൂ ഷെയർ കുറയാൻ നേരത്ത് സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് കുറയാം, അത് ചിലപ്പോൾ GDP അഫക്റ്റ് ചെയ്യാമെന്ന് അവരൊരു അസംഷൻ പറയണമെന്നുള്ളൂ. അതൊരു വാസ്തവമാക്കി കണക്കാക്കേണ്ട കാര്യം, നമുക്കതിന് ഓപ്പോസിറ്റ് ആർഗ്യുമെൻറ്റും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ബാങ്ക് ഓഫ് അമേരിക്ക അങ്ങനെ പറഞ്ഞു വയ്ക്കണു. ഏതാണ്ട് അതേ സെൻറ്റിമെൻറ്റ് തന്നെയാണ് HSBCയുടെ റിപ്പോർട്ടിലും വരുന്നത്. ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത് അവർ മാർക്കറ്റിൽ വലിയ അപ്സൈഡൊന്നും കാണുന്നില്ല. ഒരു ബുൾ കേസ് സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു 4% അപ്സൈഡ് മുകളിലോട്ടും, എന്നാൽ ഡൗൺ സൈഡിലേക്ക് ഒരു ബെയർ കേസ് നോക്കുകയാണെങ്കിൽ 11% ഒരു ഡൗൺ സൈഡ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെന്നുള്ള. ഇപ്പോൾ ട്രേഡ് സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഇപ്പോഴും ഈ പറയുന്ന പോലെ സെൽ ഓൺ റാലി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നില്ല, നമുക്കത് പ്രദീപിൻ്റെ നിന്ന് എടുക്കാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ GST കട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ആ GST കട്ടിന് നമ്മൾ ഇപ്പോൾ ആൾക്കാർ പലതും GST റേറ്റ് കട്ട് എന്താണ്, എങ്ങനെയാണ്, ഈ GST കൊണ്ടുവന്ന ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇലക്ഷനോ അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണോ ഒന്നുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യരുത്. ഈ GST കട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നു എന്നുള്ളതാണ്. ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ February 1, 2025 ബഡ്ജറ്റിൽ ഗവൺമെൻറ് 12 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൊണ്ടുവന്നു. മിഡിൽ ക്ലാസ്സിനെ, കോമൺ മെന്നിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതായത് സാധനങ്ങൾക്ക് വില കുറഞ്ഞാൽ തന്നെ മേടിക്കാൻ പൈസ വേണ്ടേ, അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ബഡ്ജറ്റിൽ 12 ലക്ഷം വരെ ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൊണ്ടുവന്നതെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ അതിന് സിങ്ക്രണൈസ്ഡ് ആയിട്ട് RBI റേറ്റും കട്ട് ചെയ്തു. അതായത് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ചീപ്പായിട്ടും തരാം, അത് മാത്രമല്ല നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMIയുടെ ബാധ്യത കുറച്ചും കൂടി തരാം എന്ന് പറഞ്ഞു. അതായത് ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ കൊടുത്തു, കൂടുതൽ പർച്ചേസിംഗ് പവർ കൊടുത്തു, ഘട്ടം ഘട്ടമായിട്ട്. എന്നിട്ട് അങ്ങനെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ പോലെ GST റേറ്റ് കട്ട് കൊണ്ടുവന്നതെന്നുള്ള. അപ്പോൾ അതായത് ഗവൺമെൻറ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ, GST റേറ്റ് കട്ട് ചെയ്തത് സാധനങ്ങളുടെ വില കുറയ്ക്കാൻ മാത്രമല്ല, ചിലപ്പോൾ 10% വില കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 20% സെയിൽസ് ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൈസയും ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് 2 ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ഇമ്പാക്റ്റും ഉണ്ട്, എക്കണോമിക് ഇമ്പാക്റ്റും ഉണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം കുറവ് വരും GST കളക്ഷൻ കുറവ് വരണത് കാരണം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,20,000 കോടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് എക്കണോമിക് ഇമ്പാക്റ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ 48,000 കോടിയാവുള്ളൂ. കാര്യം എന്താ, ഈ പറയുന്ന പോലെ ഒരു സാധനത്തിന് വില കുറച്ചു എന്ന് പറഞ്ഞ് നമുക്കവിടെ റവന്യൂ ലോസ് വരണമെന്നില്ല. 10% കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ 20% സെയിൽസ് മൾട്ടിപ്ലയർ എഫക്റ്റ് ആയിട്ട് അതിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് 48,000 കോടിയായിട്ട് ചുരുങ്ങും എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ GST റേറ്റ് കട്ടിനെ ഐസൊലേഷനിൽ മാത്രം കാണരുത്. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ കൂടെ ഇൻകം ടാക്സ് റേറ്റ് കട്ടും RBIയുടെ റേറ്റ് കട്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ച് വേണം നമുക്ക് പോകാൻ എന്നുള്ളതാണ് വിഷ്ണു ഇതിനകത്ത് പറയാനുള്ളത് എന്നുള്ളതാണ്. സാർ, ഇപ്പോൾ എനിക്കൊരു ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റ് 2 രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ബുൾ എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്, വേറെന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡിസിഷൻ ഒരു ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ 2 രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇത് ഒന്നെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമാവും അല്ലെങ്കിൽ ദോഷകരമാവും എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനാരിയോ തന്നെ എടുക്കുകയാണ്, ചില നെഗറ്റീവ് രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നവർ ഈ ഒരു GST ഈ ഒരു സ്ലാബ് ഇങ്ങനെ മാറ്റിയതിൽ പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 100 രൂപ ഉള്ള ഒരു കോസ്റ്റുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പണ്ട് 18% ഒരു സ്ലാബിലായിരുന്നെങ്കിൽ 118 രൂപയായിരുന്നു അതിന് ചാർജ് ചെയ്യുന്നത്. ഇപ്പോഴൊരു 5% സ്ലാബിലോട്ട് വരികയാണെങ്കിൽ 105 രൂപ എന്നൊരു നിരക്കിലായിരിക്കും ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അതായത് ആ 5%, അതായത് 5 രൂപ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കുമ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരും. അതായത് അവർ പറയുന്നതെന്ന് പറയുന്നത് കമ്പനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ലാഭം കൂടുതൽ എടുക്കാൻ ശ്രമിക്കും എന്ന രീതിയിലൊരു ആരോപണമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന 118 രൂപയാണ്
കൊടുക്കേണ്ടത്. അപ്പോൾ 18 രൂപ ടാക്സ് കഴിഞ്ഞിട്ട് 100 രൂപയാണ് കമ്പനിക്ക് റവന്യൂ വരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ 105 രൂപയാണ് കൊടുക്കേണ്ടത് 5% ടാക്സ് വരുമ്പോൾ. അപ്പോൾ നോക്കുമ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്നത് 5 രൂപ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുന്നു, 100 രൂപ റവന്യൂ ആയിട്ട് കമ്പനിക്ക് വരുന്നു. അപ്പോൾ കമ്പനിയുടെ റവന്യൂ നോക്കുമ്പോൾ ഒരു കാര്യമായൊരു കുറവ് വരുന്നില്ല ടാക്സ് വരുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ആൻസർ പറയാം? കാരണം സാധാരണ ജനങ്ങളിൽ ഇത് കമ്പനികൾ പ്രൈസ് കൂട്ടിക്കൊണ്ട് ഇത് അവരുടെ തലയിലോട്ട് വെക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ കമ്പനിയുടെ ഒരു പ്രൈസ് കൂട്ടുന്ന കാര്യങ്ങൾ തടയാൻ വേണ്ടി? വിഷ്ണു, ആദ്യം തന്നെ ഇപ്പോൾ സെപ്റ്റംബർ 3 മുതലാണല്ലോ ഈ പുതിയ ചാർജ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 22 മുതലാണ് പ്രാബല്യം ആവുന്നതെന്നാണ്. അതിന് മുമ്പേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും GSTക്ക് മുമ്പേ എന്തൊക്കെ ടാക്സ് വെച്ചിരുന്നു, അതായത് ഏതാണ്ട് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ 10 തൊട്ട് 11 ടാക്സ് വരെ GSTക്ക് മുമ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെക്കാട്ടിലും കുറവായിരുന്നു GST വന്നതിന് ശേഷം ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്. ഏത് പർട്ടിക്കുലർ പ്രോഡക്റ്റിന്? സാധാരണക്കാരൻ്റെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഞാൻ പറയുന്നത് ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ലക്ഷറി സാധനങ്ങളല്ല, സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്ന മിക്ക 90% പ്രോഡക്ട്സും GST വരുന്നതിന് മുമ്പേയുള്ള റേറ്റിനേക്കാളും കുറവായിരുന്നു GST വന്നതിന് ശേഷം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഈ ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ 3 അത് നമ്മുടെ മുന്നിലേക്ക് ഒരു റൂളായിട്ട് വന്നു. ഇനി സെപ്റ്റംബർ 22 മുതൽ വരുന്നു. അതിൽ തന്നെ ഗവൺമെൻറ് പ്രത്യേകമായിട്ട് ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറയുന്നത് കഴിയുന്നതും കമ്പനികൾ ഈ ബെനിഫിറ്റ് ശരിക്കും അവർക്ക് വേണ്ടി പാസ് ഓൺ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇതിനനുസരിച്ച് കമ്പനികൾ വില കൂട്ടുമെന്നല്ലേ. നമ്മളിപ്പോൾ ഈ സാധനങ്ങളുടെ വില കുറച്ചല്ലോ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റയുടെ 13% വെയിറ്റേജാണ് ഈ വില കുറവ് കൊണ്ട് താഴേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇൻഫ്ലേഷനിൽ 0.5 to 0.9% വരെ മോഡറേഷൻ ഈ റേറ്റ് കുറവ് കൊണ്ട് വന്നേക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ വില കുറവ് വരുന്നത് കാരണം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് 22 തൊട്ട് 28% വരെ ഈ CPI ബാസ്ക്കറ്റിലുള്ള ഗുഡ്സ് 5%, 5%-ൽ താഴെയോ ആണെന്ന്, 5% എന്നുള്ള, ബാക്കിയുള്ളത് 5%-ന് താഴെയുണ്ട്. ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം വിഷ്ണു, ഞാൻ ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞാലും അതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, അത് നടക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ റവന്യൂ വരാം, റവന്യൂ കുറയാം, എന്ത് വേണമെങ്കിലും സംസാരിക്കും. എങ്കിലും ഞാനൊരു കാര്യം പറയാം, നമുക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിട്ട് 0%-ലും 5%-ലുമാണ് ഇത് വച്ചിരിക്കുന്നതെന്ന്. അതായത് നിങ്ങൾക്കൊരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടിയുടെ ബേസിക് സാധനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, ഈ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാട്ടിലും വില കുറച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് എല്ലാം കൂടെ ചേർന്ന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഉണ്ട്. അവരുടേതായ ഇപ്പോൾ നീതി സ്റ്റോറെന്നോ സപ്ലൈകോ എന്നൊക്കെ നമുക്ക് ഏത് രീതിയിലും വേണം പറയാം. അപ്പോൾ ഈ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഗവൺമെൻറ് 2 രീതിയിൽ ഇടപെടുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് are in the 0% or maximum 5% bracket as far as a common man is concerned. ഒന്ന്. രണ്ടാമത് ഗവൺമെൻറ്റേതായ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വെച്ച് അതിനേക്കാളും മാർക്കറ്റ് പ്രൈസിന് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കോമൺ മാനിനെ സംബന്ധിച്ച് ഇത് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമില്ല. ബാക്കി ഇതിന് മുകളിൽ അപ്പുറം വരുന്ന സാധനങ്ങൾ എന്താ? ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. അങ്ങനത്തെ പ്രോഡക്റ്റാണ്. അതിനെ നമ്മൾ പറയുന്നത് ഡിസ്ക്രിഷണറി പ്രോഡക്ട്സ് എന്ന്. ആ ഡിസ്ക്രിഷണറി പ്രോഡക്ട്സിനെ ഡ്രൈവ് ചെയ്യുന്നത് ഗവൺമെൻറ് അല്ല, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇപ്പോൾ ഒരു സാധനത്തിന് വില കൂടി, ഇപ്പോൾ വിഷ്ണു ഇപ്പോൾ ചേർത്തലേന്ന് വരുന്നു. എന്തുകൊണ്ടാണ് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ മാത്രം ആൾക്കാർ നന്നായിട്ട് കയറുന്നത്? അവിടെ വില കുറവാണ്, നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് എന്നും ഡിമാൻഡ് കാണുന്നേ. വേറൊരു സ്ഥലം രുചിയില്ലാത്ത ഭക്ഷണം കൊടുക്കുകയും പറയണ വില കയറ്റിയും വെച്ചിരുന്ന നാട്ടുകാർ കയറുള്ളൂ. ഇല്ല. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡ്രൈവ് ചെയ്യുന്നതാണ് ഡിസ്ക്രിഷണറി പ്രോഡക്ട്സ് ഏതാണ്ട് ഭൂരിഭാഗം. അതിനകത്ത് നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. മാർക്കറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇപ്പോൾ നമുക്കൊരു ബിരിയാണി ഇപ്പോൾ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ 200 രൂപ മുതൽ 400 രൂപ 450 രൂപ വരെ ഉണ്ട്. നമ്മൾ സാധാരണക്കാരൻ 200 രൂപയുടെ കഴിക്കുമോ 400 രൂപയുടെ കഴിക്കുമോ? നമ്മൾ 200 രൂപയുടെ കഴിക്കുമോ? നമ്മൾ അതിനനുസരിച്ച് മാറും. ഇനി ഏതെങ്കിലും ഒരു ഹോട്ടൽ ഈ 400 എന്നുള്ളത് 2000 രൂപയ്ക്ക് ബിരിയാണി നമ്മൾ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. അതാണ് പറയുന്നത്, മാർക്കറ്റ് ഫോഴ്സസ് വിൽ ഡ്രൈവ് ദ എക്കണോമി. അല്ലാണ്ട് അതിനകത്ത് വന്നിട്ട് 2000 രൂപയുടെ ബിരിയാണി നമുക്ക് 100 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 200 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു കോമ്പറ്റീഷൻ ഓട്ടോമാറ്റിക്കലി ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വരും. ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ബേസിക് നെസസിറ്റിയും എസെൻഷ്യലും എല്ലാം
0% ആണ്, അല്ലെങ്കിൽ 5% ആണ്. അതിനകത്ത് ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. രണ്ടാമത് ഗവൺമെൻറ് ഇടപെട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് ജനങ്ങൾക്ക് ആദായ വിലയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് മുകളിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ രണ്ടുപേരും ഷർട്ട് ഇട്ടിരിക്കുന്നു അല്ലേ, നമുക്ക് 2500 രൂപയുടെ ലൂയി ഫിലിപ്പ് ഷർട്ട് ഇടാം, നമുക്ക് 500 രൂപയുടെ സൂഡിയോ ഷർട്ട് ഇടാം. ഇത് നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യില്ലേ. നമ്മൾ ഈ 500 രൂപയും വെച്ചിട്ട് ലൂയി ഫിലിപ്പിനെ വാങ്ങിക്കണം നമുക്ക് പറയാൻ പറ്റും. സോ അതൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയേണ്ട കാര്യമില്ല. നമ്മളത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല. അതായത് സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണോ, മറ്റവരെ എതിർക്കുന്നു, ഇതൊന്നും നമ്മുടെ വിഭാഗമില്ല. പക്ഷേ ഈ എക്കണോമിക്സും മാത്തമാറ്റിക്സും നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനിപ്പോൾ പ്രതിപക്ഷമാണ്, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡിസിഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള. ഇവിടെ എക്കണോമിക്സും മാർക്കറ്റ് പ്ലേ ആണ് ഇതിനകത്ത് വലുത്. ഇതിനകത്ത് രാഷ്ട്രീയം ഒരു രീതിയിലും അല്ല. രാഷ്ട്രീയം നമുക്ക് എതിർക്കേണ്ട സ്ഥലം സ്റ്റോക്ക് മാർക്കറ്റും അല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് അവേഴ്സ് പ്രോഗ്രാമിലും അല്ല. നമുക്കതൊരു കറണ്ട് അഫയേഴ്സ് സിസ്റ്റത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലുമാണ് നമ്മൾ നമ്മുടെ ഈ രാഷ്ട്രീയ നമ്മുടെ ഇഷ്ടം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെറിറ്റും പോസിറ്റീവ് സൈഡും കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. തെറ്റില്ല ഇതിനെതിരെ കാണാനായിട്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബയസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റിൽ ഷോർട്ട് അടിക്കാം. നമ്മളെ പോലുള്ളവർ ബുൾസാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം. മാർക്കറ്റിൽ എല്ലാവർക്കും സീറ്റുണ്ട്. ഇന്ന ആൾക്കാർ തെറ്റ്, ഇന്ന ആൾക്കാർ ശരി എന്നുള്ളില്ല. എല്ലാവരും ശരിയായിരിക്കാം, എല്ലാവരും തെറ്റുമായിരിക്കാം. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു നല്ലൊരു എക്കോസിസ്റ്റം മാർക്കറ്റ് തരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണോ ആ രീതിയിൽ പോവുക. ഇപ്പോൾ അങ്ങനെ ഒരു പ്രേക്ഷകൻ വിചാരിക്കുകയാണ് ഇതൊന്നും എക്കണോമിക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ദ ചോയ്സ് ടു ഷോർട്ട് ദ മാർക്കറ്റ്. നിങ്ങൾക്ക് ബെയർ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ട് ബെയറിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പോയാൽ അത് നിങ്ങൾക്കായിരിക്കും നഷ്ടം വരുന്നത് എന്നുള്ളത് കൂടി ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. സാറ് പറഞ്ഞ പോലെ ഈ എല്ലാ ഇമോഷൻസും ഉൾപ്പെടുന്നതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. സാർ ഏതായാലും നമുക്ക് അടുത്തതായിട്ട് ഇനി ചോദിക്കാനുള്ള ഏതായാലും ഒരു തിരുവോണ ദിവസമാണിന്ന്. നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, എല്ലാ ദിവസവും നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കുകൾ ചിലപ്പോൾ പറയാൻ സാധിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ നമുക്കുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് കണ്ടെത്തുന്നതിന് സാറ് കുറേ അധികം ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കേണ്ടതൊക്കെ ഉണ്ട്. മാത്രമല്ല ചില വാർത്തകളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റോക്ക് പർട്ടിക്കുലർലി നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവോണ ദിനമാണ്. അപ്പോൾ എന്തായാലും ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പ്രേക്ഷകർക്കായി പറയേണ്ടതുണ്ട്. അപ്പോൾ താങ്കളൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതായാലും പ്രേക്ഷകർക്കായി പങ്കുവെക്കാമോ ഇന്ന്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മളൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുക, ഞാനത് പലവട്ടം നമ്മുടെ ഓപ്പണിംഗ് ഹൗസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെയാണ് അവതരിപ്പിക്കുന്നത്, ഒരു സ്റ്റോക്കിനെ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ ബിസിനസ്സിനെ അവതരിപ്പിക്കുന്നത് നമ്മൾ റാൻഡമായിട്ട് ഒരു ബിസിനസ്സിനെ എടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ ഡെയിലി നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ നമുക്ക് എക്കണോമിക് ടൈംസ് ഉണ്ട്, ബിസിനസ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ബിസിനസ് ലൈൻ ഉണ്ട്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഉണ്ട്, ലൈവ് മിൻറ്റ് ഉണ്ട്, നമുക്ക് വാൾ സ്ട്രീറ്റ് ജേർണൽ ഉണ്ട്, ന്യൂയോർക്ക് ടൈംസ് ഉണ്ട്, ഫിനാൻഷ്യൽ ടൈംസ് ഉണ്ട്, CNBC ഉണ്ട്, NDTV പ്രോഫിറ്റ് ഉണ്ട്, ET Now ഉണ്ട്. ഇങ്ങനെ പല ചാനലുകളും അല്ലെങ്കിൽ പല മീഡിയാസും നമ്മൾ കാണുമ്പോൾ ചില ന്യൂസുകൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പേപ്പറുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോക്ക് ഐഡിയ കാണുമ്പോഴാണ് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സെമികോൺ 2025 എന്ന് പറഞ്ഞൊരു പരിപാടി ഡൽഹിയിൽ നടന്നല്ലോ ഇപ്പോൾ 2-3 ദിവസം മുമ്പേ. വളരെ വലിയൊരു മെഗാ ഈവൻ്റ് ആയിട്ട് നടന്നു. പ്രൈം മിനിസ്റ്റർ അത് ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിലേക്ക് നമ്മുടെ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മിനിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ചിപ്പ്, ഇന്ത്യയുടെ ഫസ്റ്റ് ചിപ്പ് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് തന്നെ 2-3 ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സിൻ്റെ കുറിച്ച് എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഒന്നിൽ തന്നെ ഒതുക്കാം. വരുന്ന ആഴ്ചകളിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അത് പറയാം എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു പുതിയ ഒരു സെക്ടറിലേക്കാണ് ഇത് കടക്കുന്നത് എന്നുള്ള സെമി കണ്ടക്ടർ ചിപ്പ് അങ്ങനത്തെ രീതിയിലേക്ക്. നമുക്കറിയാം ഈ സെമി കണ്ടക്ടർ ചിപ്പ്, ഡേറ്റാ സെൻറ്റർ, ക്ലൗഡ് സർവീസസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ ഒരുപാട് സ്റ്റോക്സിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെന്നുള്ള. ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് വേറെ ഒരു ഫാസിനേറ്റിംഗ് കമ്പനിയാണ്. ഫാസിനേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോ നമ്മുടെ പ്രേക്ഷകരോ ഇത് ശ്രദ്ധിക്കേണ്ടാവില്ല. വളരെ ക്രിട്ടിക്കലായിട്ട് ഗ്ലോബലി ചില ബിഗ് കമ്പനീസിന് നമ്മൾ ക്രിട്ടിക്കലായിട്ട് സപ്ലൈ ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. അത് ഇന്ത്യയിലും ഉണ്ടെന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇത് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കേ അല്ല, ഞാൻ പറയാൻ പോകുന്നത് ഈ ഡൈനാമാറ്റിക് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ ഡൈനാമാറ്റിക് ടെക്നോളജീസ് കമ്പനി എന്ന് പറയുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ബോയിങ്ങിൻ്റെ ഒരു ഫ്ലാപ്പിൻ്റെ ഒരു പാർട്ട് സപ്ലൈ ചെയ്യുന്നത്. ഈ ബോയിങ്ങിന് പലരും സപ്ലൈ ചെയ്യും. അതിൽ Tier 1 സപ്ലയർ ഉണ്ട്, Tier 2 സപ്ലയർ ഉണ്ട്, Tier 3 സപ്ലയർ ഉണ്ട്. അങ്ങനെ പല ലെവലിലാണ് സപ്ലയർ ഉള്ളത്. പല കമ്പനികളും Tier 1 സപ്ലയർ ആവാറില്ല. Tier 1 സപ്ലയർ എന്ന് ഞാൻ നിങ്ങൾ നേരിട്ട് ബോയിങ്ങിനാണ് കൊടുക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി വേറെ ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കും, അമേരിക്കൻ കമ്പനി അതിനെ ജനറൽ ഇലക്ട്രിക്കിന് കൊടുക്കും, ജനറൽ ഇലക്ട്രിക് ആയിരിക്കും ബോയിങ്ങിനും എയർബസിനും സപ്ലൈ ചെയ്യണേ. അപ്പോൾ ആ വാല്യൂ ചെയിനിൽ വളരെ ലോ ആയിട്ട് കിടക്കുന്നതാണ് പല കമ്പനിയും. എന്നാൽ ഡൈനാമാറ്റിക് ടെക്നോളജി അങ്ങനെയല്ല, Tier 1 സപ്ലയർ ആണ്, നേരിട്ട് ബോയിങ്ങിനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമാറ്റിക് ടെക്നോളജി അല്ല ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബട്ട് അങ്ങനത്തെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള
ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യൻ ലിസ്റ്റഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റഡ് സ്പേസിൽ ഉണ്ട് എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാനാണ് ഡൈനാമൈറ്റ് ടെക്നോളജീസ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ സ്പോട്ട് ലൈറ്റിൽ ബിസിനസ്സായിട്ട് നമ്മൾ അവതരിപ്പിച്ചേക്കാം എന്നുള്ള. അപ്പം നമ്മൾ ഈ ഫാസിനേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ലാർജ് ബിസിനസ്സുകൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബിസിനസ് വെർട്ടിക്കൽസ് ഗ്ലോബലി ഉള്ളതിൽ സപ്ലൈ ചെയ്യുന്ന ചില കമ്പനികളെയാണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അടുത്ത കാലത്ത് പവർ, ഇലക്ട്രിസിറ്റി, എനർജിക്കൊക്കെ ഭയങ്കര രീതിയിൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ തന്നെ ഒരു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ വീട് റിനോവേഷൻ ചെയ്യുന്നു വിഷ്ണു. പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ലൈറ്റ്, ഒരു ഫാന്, ഒരു പ്ലഗ് പോയിന്റ്. ഇന്ന് അങ്ങനെയല്ല, ഒരു പ്ലഗ് പോയിന്റിന് വരെ 3-4 പ്ലഗ് പോയിന്റാണ് വരുന്നത്. കാര്യം ഒരു വീട്ടിൽ തന്നെ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫോണുണ്ട്, എൻ്റെ വൈഫിനൊരു ഫോണുണ്ട്, എൻ്റെ മകനൊരു ഫോണുണ്ട്, എൻ്റെ അമ്മയ്ക്കൊരു ഫോണുണ്ട്. ഇവർക്ക് 4 പേർക്കും ബേസിക് ആയിട്ടൊരു ഫോണുണ്ട്. പിന്നെ പലർക്കും 1-2 ഫോണും കൂടെ ആകുമ്പോൾ ഇതെല്ലാം കൂടെ ചാർജ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേണ്ടി വരും. പിന്നെ നമുക്ക് ഇതേപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ, നമ്മൾ റൗട്ടർ ഓൺ ചെയ്തിടണം, നമ്മുടെ DTH ഓൺ ചെയ്തിടണം, നമ്മുടെ TV, അതായത് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. ഒരു ഐപാഡ് ചാർജ് ചെയ്യണം, മാക്ബുക്ക് ചാർജ് ചെയ്യണം, നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യണം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ പണ്ട് എല്ലാ പ്ലഗും ഓഫ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ആ പാടെ നമ്മൾ കത്തിച്ച് വെച്ചിരുന്നത് കൊതുകുതിരി മാത്രമേ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ ഗുഡ് നൈറ്റ് മാത്രമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി എവിടെ നോക്കിയാലും ഒരു ഫോൺ കുത്തിവെക്കുക അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് കത്തിച്ച് വെക്കുന്ന ഒരു രീതിയിലേക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഹൗസ് ഹോൾഡിൽ തന്നെ എത്രത്തോളം പവർ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ വളരെ പവർ കൺസ്യൂം ചെയ്യുന്ന ഡേറ്റാ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്നാളൊരു രസകരമായിട്ടുള്ള ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ചാറ്റ് GPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിന്, ഇപ്പോൾ ഗ്രോക്കോ, പെർപ്ലക്സിറ്റിയോ അല്ലെങ്കിൽ ജിമൈനിയോ, എന്തൊക്കെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്വറി ഇട്ടിട്ട് നമുക്ക് അതിന് ഉത്തരം കിട്ടൂലേ, അതിന് പുറകിൽ നമ്മൾ താങ്ക് യു എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തോരം പവർ ചിലവാകുമെന്നറിയോ? നമ്മൾ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സോ ആൻഡ് സോ എന്ന് പറയുമ്പോൾ ഈ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുന്നതിന് മാത്രം ഒരുപാട് പവർ യൂട്ടിലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ സാറിന് എല്ലാവരും പറയും നിങ്ങൾ കുറച്ച് ചോദിക്കും തോറും പവർ ലെസ് ആയിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. ദ മോർ എന്താ പറയുക, നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ ടാഗിനെ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യണോ അത്രമാത്രം കൂടുതൽ പവർ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഡേറ്റാ സെൻറ്റേഴ്സിനും ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഇൻഡസ്ട്രിക്കും ഈ ബാക്കിയുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജിക്കും ഒരുപാട് പവർ വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ള. ഇപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യം എടുക്കാം. ആര് ഡേറ്റാ സെൻറ്ററിന് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും US-ലാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, റിലയൻസ്, അഡാനി, ഇവരെല്ലാം ഡേറ്റാ സെൻറ്റർ വരികയാണെങ്കിലും ഇവർക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ വേണം അല്ലേ? അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള വളരെ എന്താ പറയുക സ്റ്റഡി ആയിട്ടുള്ള പവർ സപ്ലൈ വേണം. നമുക്കിനി അതേപോലെ സെമി കണ്ടക്ടർ, ഇപ്പോൾ ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു, സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ കാര്യം നോക്കുക. അവിടെ ഒരു ചിപ്പ് അസംബ്ലി ചെയ്യുന്ന യൂണിറ്റോ മാനുഫാക്ചറിങ് ചെയ്യുന്ന യൂണിറ്റോ അല്ലെങ്കിൽ ചിപ്പിൻ്റെ ഫാബൊക്കെ ക്ലീൻ ചെയ്ത് ഗ്യാസസും വാട്ടറും കൊണ്ട് ക്ലീൻ ചെയ്യുന്ന യൂണിറ്റ് ആണെങ്കിലും നമുക്ക് പവർ സപ്ലൈ വേണമെന്ന് മാത്രമല്ല അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പവർ എങ്ങനെയാണ് ന്യൂ ഏജ് ടെക്നോളജിയെ ഡ്രൈവ് ചെയ്യണമെന്നും പവർ എങ്ങനെയാണ്, അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് വരുന്നു. അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ സോളാർ, ഇതിൽ നിന്നൊക്കെ എല്ലാ പവർ സിസ്റ്റവും നമ്മുടെ ടോട്ടൽ പവർ ഗ്രിഡിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ട രീതിയിലേക്ക് ആയി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഈ ഡേറ്റാ സെൻറ്ററിനും ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ പവർ സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ടർബൈൻസ് ആവശ്യമുണ്ട്. ഈ ഗ്യാസ് ടർബൈൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുള്ള. ആ ഗ്യാസ് ആണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനം കൊടുക്കുന്നതെന്നുള്ള. അതായത് നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 5 മെഗാവാട്ട് 5 മെഗാവാട്ട് 10 മെഗാവാട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക 15 മെഗാവാട്ടൊക്കെ വരുന്ന ഒരു ഡേറ്റാ സെൻറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ പോലെ ഡീസൽ ജനറേറ്റർ മതി. എന്നാൽ 100-150 ഒക്കെ യൂസ് ചെയ്യണ ഒരു ഡേറ്റാ സെൻറ്ററാണെങ്കിൽ ഡീസൽ ജനറേറ്റർ പോരാ, നമുക്ക് ഗ്യാസ് ടർബൈൻ തന്നെ വേണമെന്ന്. അപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിന് ഗ്യാസ് ടർബൈൻ സപ്ലൈ ചെയ്യുന്നത് ലോകത്ത് 3 ഗ്ലോബൽ കമ്പനിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, 3 ഗ്ലോബൽ കമ്പനിയാണ്. ഒന്ന് ജനറൽ ഇലക്ട്രിക് GE, രണ്ടാമത് സീമെൻസ്, മൂന്നാമത് ഇനിയോ എന്ന് പറയുന്ന കമ്പനീസാണ് ഈ ഗ്യാസ് ടർബൈൻസ് സപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഖത്തർ എക്കണോമിക് ഫോറത്തിൽ അടുത്ത കാലത്ത് ഒരു 2-3 മാസം മുമ്പ് വലിയൊരു സിമ്പോസിയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ 2-3 ലോകത്തിലുള്ള വലിയ കമ്പനികളുടെ ലീഡേഴ്സിൻ്റെ സ്പീച്ച് കേൾക്കാൻ നേരത്താണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. അതായത് 3 കമ്പനീസാണ് ഗ്യാസ് ടർബൈൻ സപ്ലൈ ചെയ്യുന്നത്, GE, സീമെൻസ് ആൻഡ് ഇനിയോ. ഈ പറയുന്ന എന്താ പറയുക ഗ്യാസ് ടർബൈൻസിന് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. ഈ ജനറേറ്റ് ചെയ്യണ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ഈ 3 പേർക്കും ഒരേപോലെ ഈ ഗ്യാസ് ടർബൈനിന്, ഇവരുടെ ഗ്യാസ് ടർബൈൻസിന് ജനറേറ്റ് ചെയ്യുന്ന
സപ്ലൈ ചെയ്യുന്ന കമ്പനി ഒരൊറ്റ കമ്പനിയാണ്, അത് ഇന്ത്യൻ കമ്പനിയാണ്, അത് TD പവർ എന്ന് പറയുന്ന കമ്പനിയാണെന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് TD പവർ എന്നുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ ഈ റിലയൻസും അഡാനി സ്റ്റോക്സും മാത്രമല്ലേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ ജനറേറ്ററിന് ഉള്ളിൽ സപ്ലൈ ചെയ്യുന്ന ഗ്യാസ് ടർബൈൻസ്, സ്റ്റീം ടർബൈൻസ്, ഹൈഡ്രോ ടർബൈൻസ്, ഡീസൽ എൻജിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ TD പവർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ ഒരു സിമൻറ്റ് പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രാജസ്ഥാൻ സിമൻറ്റ് പ്ലാന്റിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് ആണല്ലോ അവർ പവർ എടുക്കുന്നത്. പക്ഷേ അത് കൂടാതെ തന്നെ കാര്യം അവിടെ രാജസ്ഥാനിൽ ചിലപ്പോൾ പവർ കട്ട് വരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, മെയിൻ്റനൻസ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഗ്രിഡിനെ മാത്രം ആശ്രയിക്കാതെ ഇവർ ക്യാപ്റ്റീവായിട്ടൊരു പവർ പ്ലാന്റ് ഉണ്ടാക്കും. ക്യാപ്റ്റീവായിട്ടെന്ന് വെച്ചാൽ അകത്ത് തന്നെ പവർ ജനറേറ്റ് ചെയ്ത് ഇവരുടെ ഫാക്ടറിക്ക് വേണ്ടി. കാര്യം ഫാക്ടറീസ് ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല, 24 hours ഫാക്ടറി വർക്ക് ചെയ്യുക. രാത്രിത്തെ ഷിഫ്റ്റ്, രാവിലത്തെ ഷിഫ്റ്റ്, ഉച്ചക്കത്തെ ഷിഫ്റ്റ്, ഇങ്ങനെ മാറി മാറി പ്ലാന്റ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. വല്ലപ്പോഴും മെയിൻ്റനൻസിന് വേണ്ടി മാത്രമേ പ്ലാന്റ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ എന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ഇതിന് വേണ്ടിയിട്ട് അവരൊരു ക്യാപ്റ്റീവായിട്ടുള്ള പവർ പ്ലാന്റ് അവർ ചെയ്യുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജനറേറ്റർ വേണം ഈ പ്ലാന്റിന്. ആ ജനറേറ്ററൊക്കെ കൊടുക്കുന്നത് കൂടെ ഉള്ളൊരു കമ്പനിയാണ് ഈ TD പവർ എന്നുള്ളത്. അതായത് ലാർജ് ജനറേറ്റർ, അതുമാത്രമല്ല ഒരു വലിയ ഷിപ്പൊക്കെ ഇല്ലേ, നമ്മൾ ഷിപ്പിൽ മാരിടൈമിന് പോകുന്ന ഷിപ്പിനും ജനറേറ്റർ വേണം. ആ മാരിടൈം ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയും കൂടെയാണ് TD പവർ. അപ്പോൾ ബേസിക്കലി ഇവർ ജനറേറ്ററാണ് സപ്ലൈ ചെയ്യുന്നത്. സ്റ്റീം ടർബൈൻ, അതായത് സ്റ്റീം ടർബൈനിൽ യൂസ് ചെയ്യുന്ന, ഗ്യാസ് ടർബൈനിൽ യൂസ് ചെയ്യുന്ന, ഹൈഡ്രോ ടർബൈനിൽ യൂസ് ചെയ്യുന്ന, ഡീസൽ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് കൊടുക്കുന്നതാണ് TD പവർ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ FY25 റവന്യൂ നോക്കുകയാണെങ്കിൽ 1278 കോടിയാണ്, നെറ്റ് പ്രോഫിറ്റ് 174 കോടിയാണ്, നോ ഡെപ്റ്റാണ്. അതായത് ജസ്റ്റ് നോ ഡെപ്റ്റ് എന്ന് പറയാൻ ശരിക്കും 5 ഡെപ്റ്റ് ഉണ്ട്, 122 കോടി ഡെപ്റ്റാണ്. പക്ഷേ ആ കമ്പനിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നെഗ്ലിജിബിൾ ഡെപ്റ്റ് എന്ന് പറയാം. നോ ഡെപ്റ്റ് എന്ന് പറയാൻ പാടില്ല, ശരിയാണ്, എൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയൊരു പിഴവാണത്. നെഗ്ലിജിബിൾ ഡെപ്റ്റ്, മാനേജബിൾ ഡെപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമെന്നുള്ള. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഏതാണ്ട് 27% മാത്രമേ ഉള്ളൂ. CMP എന്ന് പറയുന്നത്, അത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 555 രൂപയാണ്. ഞാൻ ലാസ്റ്റ് നോക്കാൻ നേരത്ത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 8670 crore ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ഈ ജനറേറ്റേഴ്സ് കൊടുക്കുന്ന, നമ്മൾ പറയുമല്ലോ, അതായത് ഗ്യാസ് ടർബൈൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ആരൊക്കെയാണ്? GE, സീമെൻസ്, ഇനിയോ. അതായത് പല കമ്പനികളും US-ന് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ TD പവറിന് ഈ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ടാരിഫ് ബാധകമല്ലേ? ടാരിഫിൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ബട്ട് ഇവർ നല്ല മിടുക്കന്മാരായിട്ടുള്ള മാനേജ്മെൻറ്റാണ്. ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇവരുടെ പ്രോഡക്റ്റ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ കുറച്ച് വാല്യൂ അഡീഷൻ, അതായത് അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇങ്ങനത്തെ കമ്പനികളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ടോട്ടൽ എക്സ്പോർട്സിൻ്റെ 75% യൂറോപ്യൻ യൂണിയൻ വഴിയാണ് റൗട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇവർക്ക് ടാരിഫിൻ്റെ, അമേരിക്കയുടെ ടാരിഫ്, ഇന്ത്യയിൽ മേലുള്ള ടാരിഫ് ഇവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവരുടെ എക്സ്പോർട്ട് ഓർഡറിൻ്റെ 25% അമേരിക്കയിൽ പോകുന്നതിൻ്റെ അവർ ടർക്കിയിൽ ഇവർക്കൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ ബി റെഡിയാക്കി കഴിഞ്ഞു. അതായത് ടാരിഫ് വന്ന ദിവസം തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് 3-4 മാസത്തിനുള്ളിൽ ഇന്ത്യയും US-ഉം തമ്മിൽ പഴയ സിറ്റുവേഷനിലേക്ക് വരും. എങ്കിലും ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്ലാന്റ്, അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് നമുക്ക് തയ്യാറാണ് ടർക്കി. അവിടെ കൊണ്ടുവച്ച് നമുക്കിത് മാനുഫാക്ചറിങ് ചെയ്തിട്ട് 25% നമുക്ക് അവിടുന്ന് കേട്ടറിയാം, 75% നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഓൾറെഡി കേട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ US-ൻ്റെ ടാരിഫിന് മറികടക്കാനുള്ള സ്മാർട്ട് സ്ട്രാറ്റജീസൊക്കെ TD പവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ലോകത്ത് ഡേറ്റാ സെൻറ്ററിനും സെമി കണ്ടക്ടറിനും വേണ്ടിയിട്ടുള്ള ഈ ഗ്യാസ് ടർബൈൻ സപ്ലൈ ചെയ്യുന്നത് തന്നെ 3 കമ്പനിയാണ്. അത് GE, സീമെൻസ്, ഇനിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനികൾക്ക് കോമൺ ആയിട്ട് നമ്മൾ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ പറയുന്ന പോലെ ഈ TD പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തൊരു ഫാസിനേറ്റിംഗ് ബിസിനസ്സാണ് നോക്കൂ. അപ്പോൾ ഇവരുടെ ഒരു ഗ്രോത്ത് ട്രിഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മോർ റിന്യൂവബിൾ എനർജി ഗ്ലോബലി വരുന്നത് വെച്ചാൽ പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും, ഇവരുടെ പ്രോഡക്ട്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസും കൂടും എന്നുള്ളതാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഗ്രിഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ ഗ്രിഡ് സ്റ്റെബിലൈസേഷനും ഒക്കെ ഈ ശരിക്കും പറഞ്ഞാൽ TD പവറിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. പിന്നെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡേറ്റാ സെൻറ്ററിൻ്റെയും ഗ്രോത്തും കൂടി വലുതായിട്ട് വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ TD പവറിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ കമ്പനി ഒരു കപ്പാസിറ്റി ഇൻക്രീസും കൂടെ ഇത് വരുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇവർ ഈ ടാരിഫിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള ഇവരുടെ സ്ട്രാറ്റജി യൂറോപ്യൻ യൂണിയൻ വഴിയും ടർക്കിയൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഐഡിയലായിട്ട് പ്ലേസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ അടുത്ത കാലത്ത് ഈ ആഴ്ച നമ്മളന്ന് പറയാൻ വച്ചിരുന്ന ദിവസം നമുക്കന്ന് പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അന്നത്തെ ദിവസം തന്നെ അത് 8% കയറി എന്നുള്ളത് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ 8% ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ കയറിയാണ്. ബട്ട് അത് നോക്കേണ്ട, നമ്മൾ അങ്ങനെ നോക്കുന്നത് നമ്മളൊരു ബിസിനസ്സിനെയാണ് അവതരിപ്പിക്കുന്നത്, ഒരു സ്റ്റോക്കിനെ അല്ല അവതരിപ്പിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഈ TD പവർ എന്ന് പറഞ്ഞാൽ ഈ പവർ ജനറേഷൻ US-ൻ്റെ പവർ ജനറേഷൻ
പവർ ജനറേഷൻ്റെ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന ജാപ്പനീസ് അല്ലാത്ത നോൺ യൂറോപ്യൻ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഈ പറയുന്ന പോലെ TD പവർ, ആൻഡ് ദാറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പോട്ട് ലൈറ്റിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ബിസിനസ്. ഇത് നമ്മളൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇത് ജസ്റ്റ് ഒരു അക്കാഡമിക് പർപ്പസിനാണ്. ഈ ഡേറ്റാ സെൻറ്ററിൻ്റെയും AIയുടെയൊക്കെ ഒരു പവർ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ നമ്മൾ ഖത്തർ എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഉയർന്നു വന്നതാണ് 3 കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ടർബൈൻ സപ്ലൈ ചെയ്യുന്നത്. ആ ടർബൈൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് നമ്മുടെ റിസർച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ TD പവറിൻ്റെ വെബ്സൈറ്റിലും ഏർണിംഗ്സ് കോളിലും പ്രസൻറ്റേഷനിലും ഒക്കെ നോക്കിയപ്പോൾ അത് ശരിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സായിട്ട് നമ്മൾ അവതരിപ്പിച്ചുള്ളൂ. ഓവർ ടു യു വിഷ്ണു. അതായത് സാറ് പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ സെക്ടറൊക്കെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് വരാൻ പോകുന്ന വാർത്തകളുണ്ട് എന്ന രീതിയിലൊക്കെ ഉള്ളൊരു വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെമി കണ്ടക്ടർ മിഷൻ ആദ്യം വന്നത് 2021 അതിനുശേഷം ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ ഏതായാലും മാർക്കറ്റിൽ നിലവിലുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു തിരുവോണദിന ആശംസകൾ നേരുകയാണ്. ഇതോടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള മണിക്കൂറിൽ കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.